ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്പരറ്റീവ് സെന്റൻസ് ആവുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ കൂടെ എന്താണ് ചേർക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇമ്പരറ്റീവ് സെന്റൻസ്? അതായത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഓർഡറോ റിക്വസ്റ്റോ അഡ്വൈസോ കമാൻഡോ നെഗറ്റീവ് കമാൻഡോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനോ ആണെങ്കിൽ നമ്മൾ വിൽ യു എന്ന് മാത്രമേ ചേർക്കൂ. വിൽ യു ക്വസ്റ്റ്യൻ ടാഗിൽ വിൽ യു എന്ന് ചേർക്കുള്ളൂ. ഇത് നെഗറ്റീവ് കമന്റ് ആയാലും നമ്മൾ വിൽ യു എന്ന് ചേർക്കും. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ദി ഡോർ, ഇത് നമുക്കറിയാം ഇത് നെഗറ്റീവ് വേർഡ് ഒന്നും ഇല്ല, പക്ഷേ എങ്കിലും ഇവിടെ എന്ത് ചേർത്തിട്ടുള്ളൂ? വിൽ യു എന്ന് ചേർത്തിട്ടുള്ളൂ. കാരണം ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, കമാൻഡ്, നെഗറ്റീവ് കമാൻഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മൾ വിൽ യു ആണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം. ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ. ഓക്കെ, ഇനി ഈ സിട്രിക്കിൽ നെക്സ്റ്റ് വരുന്നത് ലെറ്റ്സ് വരികയാണെങ്കിൽ ഷാൾ ബി ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരിക. അയാം ആണെങ്കിൽ ആറിൻ്റെ എന്നേ വരുള്ളൂ. ഇമ്പരറ്റീവ് ആണെങ്കിൽ വിൽ യു ആണ് വരുന്നത്. ഇമ്പരറ്റീവ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇമ്പരറ്റീവ് സെന്റൻസ് വരിക എങ്ങനെയാണെന്നുള്ളതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ ദർ ഈസ് ഓർ ദർ ആർ എന്നൊക്കെ വരികയാണെങ്കിൽ ഈസിൻ്റെ ദർ, ആറിൻ്റെ ദർ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഇത്രയും ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ ഈ ഈസി ട്രിക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, നമുക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം, ഈസി ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ലുക്ക് അറ്റ് ദ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് നോക്കുക. ചേഞ്ച് പോസിറ്റീവ് ടു നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക. ചേഞ്ച് നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. ചേഞ്ച് സബ്ജക്റ്റ് ഇൻ ടു പ്രൊനൗൺ. സബ്ജക്റ്റ് അതായത് ഒരാളുടെ പേരാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് പകരം നമ്മൾ പ്രൊനൗൺ ഉപയോഗിക്കാം. ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇഫ് നോ ഹെൽപ്പിംഗ് വെർബ് യൂസ് ഡു, ഡസ് ഓർ ഡിഡ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ലുക്ക് അറ്റ് ദ ഹെൽപ്പിംഗ് വെർബ്, ചേഞ്ച് പോസിറ്റീവ് ടു നെഗറ്റീവ്, ചേഞ്ച് നെഗറ്റീവ് ടു പോസിറ്റീവ്, ചേഞ്ച് സബ്ജക്റ്റ് ടു പ്രൊനൗൺ. ഇഫ് നോ ഹെൽപ്പിംഗ് വെർബ് യൂസ് ഡു, ഡസ് ആൻഡ് ഡിഡ്. ഇനി നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽപ്പിംഗ് വെർബ് കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് അറിയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബുകൾ ബിയുടെ ഫോമായിട്ടുള്ള ഈസ്, ആർ, വാസ്, വേർ, ബി, ബീൻ, ബീയിങ് ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകളിൽ പെടുന്നത്. പിന്നെ അത് കൂടാതെ ഹാവിൻ്റെ ഫോമായിട്ടുള്ള ഹാസ്, ഹാവ്, ഹാഡ്, ഡൂവിൻ്റെ ഫോമായിട്ടുള്ള ഡു, ഡസ്, ഡിഡ് ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുകയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബുകളായിട്ട് വരുന്നത്. ഇനി നമ്മൾ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മോഡൽ ഹെൽപ്പിംഗ് വെർബുകൾ അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ മോഡൽ ഓക്സിലറീസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തണ്ടേ, അതിനാണ് നമ്മളിത് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ് ഇതൊക്കെയാണ്. ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ്, മേയുടെ മൈറ്റ്, ഷാൾ, ഷുഡ്, വില്ലിൻ്റെ വുഡ്. ഇത്രയാണ് മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡൽ ഹെൽപ്പിംഗ് വെർബുകൾ. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് എന്നുള്ളതിന് വോണ്ട് ദേ എന്നാണ് നമ്മൾ പറയുന്നത്. വിൽ നോട്ടിനെയാണ് വോണ്ട് എന്ന് പറയുന്നത്, അത് ഓർത്ത് വയ്ക്കുക. ദേ വിൽ അറ്റൻഡ് ദി മീറ്റിംഗ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വില്ലിൻ്റെ വില്ലിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള വോണ്ട് ദേ ക്വസ്റ്റ്യൻ ടാഗ്. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിക്കേണ്ടത്. നന്നായി പഠിച്ചു വെക്കുക. നന്നായി പഠിച്ചാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.